നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വ എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കുക. കൃത്യമായി 5 നേരം നിസ്കരിക്കണം. അതില്ലാതെ മനുഷ്യനൊരു ജീവിതമില്ല. അതുപോലെ സുന്നത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കണം. ഉമ്മമാരെ, ഒരു കാരണവശാലും നിസ്കാരം കളാക്കി പോകരുത്. ഒന്നുകൂടി പറയട്ടെ, 5 നേരം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കാനുള്ള ഒരു ഏർപ്പാടല്ലേ അത്. ആ ഫിൽട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ മനസ്സ് ഫിൽട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ശരീരം ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ, അതാ ശുദ്ധീകരിക്കപ്പെടാത്ത നിലക്ക് തന്നെ നമ്മുടെ ജീവിതം നിലനിൽക്കുകയല്ലേ. സുബ്ഹാനല്ലാഹ്, അത് റബ്ബിന്റെ ഒരു ഹിക്മത്തല്ലേ. കാരണം ഏത് സമയത്തും മനുഷ്യന്റെ മരണമാകാം. ഓരോ സമയത്തും നിസ്കരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകണം, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാകാം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് നബിയെ, എനിക്കൊരു വഅദ് പറഞ്ഞു തരൂ. വഔജിസ് നബിയെ, തങ്ങളൊന്നും ചുരുക്കി പറയൂ, വളരെ ചുരുക്കി എനിക്കൊരു വഅദ് പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ വാക്ക്, ഇദാ ഖുംത ഫീ സലാത്തിക ഫസല്ലി സലാത്ത മുവദ്ദി. നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നീ അതാ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. ളുഹർ നിസ്കരിച്ച നീ കരുതണം, അസറിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അസറിന്റെ സമയത്ത് നീ കരുതണം, മഗ്രിബിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ഓരോ നിസ്കാര സമയത്തും എന്റെ അവസാനത്തെ സംഭാഷണമാകാം ഇതെന്ന നിലക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥന്റെ മുമ്പിൽ എന്റെ ശരീരത്തിന്റെ ആരോഗ്യവും എന്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും ഓരോ സെക്കൻഡിലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ പാവപ്പെട്ട അടിമയായ ഞാൻ പോയി നിൽക്കുകയാണ്. ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഒരുപാട് അപാകതകൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. എന്റെ സംസാരത്തിൽ അപാകത വന്നിട്ടുണ്ട്, എന്റെ നോട്ടത്തിൽ തെറ്റ് വന്നിട്ടുണ്ട്, എന്റെ കേൾവിയിൽ അതാ തെറ്റ് വന്നിട്ടുണ്ട്. ഈ തെറ്റുകളൊക്കെയും ചെയ്തു പോയ ഞാൻ എന്റെ യജമാനനായ റബ്ബിനോടുള്ള സംഭാഷണത്തിന് പോയി നിൽക്കുകയാണ്. അല്ലാഹു അക്ബർ, അവൻ വലിയവനാണ്, അല്ലാഹ് വലിയവനാണ്, ഞാൻ ഏറ്റവും ചെറിയവനാണ്. ഈ നിലക്ക് റബ്ബിന്റെ മുമ്പിൽ പോയി നിന്ന് റബ്ബുമായുള്ള സംഭാഷണം നടത്തി കഴിയുമ്പോഴേക്ക് അതാ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ മുമ്പ് ചെയ്തത്, പിന്നെ ചെയ്തത്, അല്ലാഹുവേ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഓരോന്നും നീ എനിക്ക് മാപ്പാക്കണേ അല്ലാഹ്. റബ്ബിനോട് താണുകേണ അപേക്ഷകൾ സമർപ്പിക്കുന്ന ആ മഹത്തായ നിസ്കാരമുണ്ടല്ലോ, അത് 5 നേരവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭക്തിയോടെ അങ്ങ് നടന്നു പോകുന്നുവെങ്കിൽ അവനെപ്പോൾ മരിച്ചാലും ശുദ്ധിയോടെ മരിച്ചവനല്ലേ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് തന്നെ ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ഓ മുസ്ലിം സഹോദരിമാരെ, നിങ്ങളെ മകളുടെ കല്യാണത്തിന്റെ തിരക്കിലാണെങ്കിലും, നീ നിന്റെ കല്യാണം നടക്കുന്ന ദിവസമാണെങ്കിലും, ഏത് സമ്മേളനത്തിന്റെ വളണ്ടിയറായാലും, ഏത് പ്രവർത്തനത്തിന് നീ മുഴുകിയ സമയമായാലും 5 നേരത്തെ നിസ്കാരം അത് ഖളാക്കാതെ അങ്ങ് നിർവഹിക്കണേ. ആ നിസ്കാരത്തിലൂടെയും നിനക്കതാ ശുദ്ധീകരിക്കാനുള്ളത് നിന്റെ ശരീരവും നിന്റെ മനസ്സും തന്നെ. കാരണം അത് അല്ലാഹുവുമായി നടത്തുന്ന ഏറ്റവും വലിയ സംഭാഷണമാണല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നിർബന്ധമായ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തണം. ബാപ്പയെ ബഹുമാനിക്കൽ നിർബന്ധമാണ്, ബാപ്പയെ അനുസരിക്കൽ നിർബന്ധമാണ്, ഉമ്മാനെ അനുസരിക്കൽ നിർബന്ധമാണ്, ഉമ്മാനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. നിർബന്ധമെന്ന് പറയുമ്പോ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമാണെന്ന് മുസ്ലിമീങ്ങൾ കരുതരുത്. സ്വന്തം ബാപ്പയോടുള്ള കടപ്പാട് ചെറുതല്ല, അത് വലിയ കടപ്പാടാണ്. ഉമ്മയോടുള്ള കടപ്പാട് ചെറുതല്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ
ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, 25 വയസ്സ് 27 വയസ്സായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ജനിച്ച അന്ന് മുതൽ സ്വന്തം ബാപ്പയുടെ മനസ്സിൽ ആഗ്രഹമാണ്, എന്റെ മകനൊരു നല്ല വിവാഹം നടക്കണം, അനുയോജ്യമായൊരു ഭർത്താവിനെ ലഭിക്കണം, അതേ ഒരു അനുയോജ്യമായ ഭാര്യ അവന് ലഭിക്കണം, എന്റെ മകൾക്കൊരു അനുയോജ്യമായ ഭർത്താവിന് ലഭിക്കണം. ഒരു ബാപ്പയുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വിഷയമല്ലേ അത്? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇവിടെ വന്നപ്പോഴും മക്കളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി, അത് പെട്ടെന്ന് തന്നെ ഖൈറായത് ശരിയാകാൻ വേണ്ടി സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നവരുണ്ട്, ഇവിടത്തേക്ക് സംഭാവന തന്നവരുണ്ട്, മർക്കസിലേക്ക് സംഭാവന കൊടുത്തവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളിൽ ആരാണോ അവിവാഹിതരായ യുവതികളും യുവാക്കളും വീട്ടിലുള്ളവർ, അവർക്ക് നീ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കൂ, ഒരു ബാപ്പയുടെ മനസ്സിലുള്ള ആഗ്രഹം, ഒരു ഉമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം എത്ര വലുതാണ്. പക്ഷേ വേദനയോടെ ഞാൻ പറയട്ടെ, സ്വന്തം മകനൊരു നല്ല കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ, സ്വന്തം മകൾക്കൊരു നല്ല കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ, ഏകദേശം സെറ്റാകാൻ പറ്റുമെന്ന് തോന്നിയത് ബാപ്പയും ഉമ്മയും കൂടി മകന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് മകൻ അതിന് തയ്യാറില്ല, മകള് തയ്യാറില്ല. അത് പറയാൻ തുടങ്ങിയപ്പോ അവന് തലവേദനയാണ്, അത് പറയാൻ തുടങ്ങിയപ്പോ അവൾക്ക് തലവേദനയാണ്. എന്തേ കാരണം? കാരണം മറ്റൊന്നല്ല, അവര് പഠിക്കുന്ന സമയത്ത് ഏതോ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റോട്ടും വന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എന്തൊരു കാലമാണിത്! ഞാൻ വിഷമത്തോട് പറയട്ടെ, ഈ അടുത്ത് എന്റെ അടുക്കൽ ഒരു കച്ചവടക്കാരൻ വന്നു, തുണിക്കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, കടയിൽ അതാ ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവരെ നോക്കിയിട്ട് കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കടയില്. ഇപ്പോൾ അവൻ കടയിലില്ല. എന്തേ വരാൻ കാരണം? കാരണമൊന്നുമല്ല, ആ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് അവൻ ടെലിഫോൺ നമ്പർ ചോദിച്ചു. തുണിയെടുക്കാൻ വന്ന പെൺകുട്ടിയോട് ടെലിഫോൺ നമ്പർ ചോദിച്ചപ്പോൾ അവൾ കൊടുത്തില്ല. തുണി എടുത്തു പോകുന്ന സമയത്ത് അവളുടെ സഞ്ചിയിൽ അവന്റെ ടെലിഫോൺ നമ്പർ എഴുതിയിട്ട് അവനും കിട്ടുകൊടുത്തു. അത് വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ടു, അവൾ കരഞ്ഞു. അതെടുത്ത് വീട്ടുകാർക്ക് കിട്ടിയപ്പോൾ അതാ കടയിൽ കുഴപ്പമുണ്ടാക്കാൻ കുടുംബക്കാർ വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടി അല്പമെങ്കിലും ബോധമുള്ള പെൺകുട്ടി. പക്ഷേ ചോദിക്കട്ടെ, പതിവ്രതയോടെ ചാരിതാർത്ഥ്യം സൂക്ഷിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളെ പോലും നല്ല നടപ്പിന് വിടാത്ത രൂപത്തിലല്ലേ പല ചെറുപ്പക്കാരുടെയും പ്രവർത്തനങ്ങൾ? എന്നാൽ അതിനേക്കാൾ അബദ്ധമല്ലേ സഹോദരന്മാരെ, അതേ ആൺകുട്ടികളെ കണ്ടാൽ ഇങ്ങോട്ട് വിളിച്ചു പറയുകയും ഇങ്ങോട്ടതാ അടുക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലല്ലേ പല പെൺകുട്ടികളുമുള്ളത്? സ്വന്തം ബാപ്പ ഉദ്ദേശിച്ച കല്യാണത്തിന് തുനിയൊന്നില്ല. സുബ്ഹാനല്ലാഹ്, കുടുംബവുമായി ഒരു നിലക്കും പറ്റാത്ത, സാഹചര്യപരമായി യോജിക്കാത്ത, അതുപോലെ തന്നെ ഒരു നിലക്കും ബാപ്പക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ഉമ്മാക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഏതോ ഒരു വരനെ അല്ലെങ്കിൽ ഏതോ ഒരു വധുവിനെ അവരെ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നു. ചോദിക്കട്ടെ, ഒരു ബാപ്പക്കും ഉമ്മക്കും ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ദിവസം കല്യാണ ദിവസമാണെങ്കിൽ അതിന് പകരം മകന്റെയും മകളുടെയും വിവാഹ ദിവസം അവരെ ജീവിതത്തിൽ ഏറ്റവും ടെൻഷനുള്ള ദിവസമായി, ഏറ്റവും ദുഃഖമുള്ള ദിവസമായി മാറ്റിയെടുത്ത ചെറുപ്പക്കാരാ, സ്വന്തം ബാപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിന്റെയും മനസ്സ് മരണം വരെ വേദനിപ്പിച്ച ചെറുപ്പക്കാരി, എന്നെ പോലെ നന്ദിയില്ലാത്തവരുണ്ടോ? നീ ബാപ്പയോടുള്ള കടപ്പാട് വീട്ടിയോ? നീ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയോ? അതേ, അനിഷ്കുറുലി വലിവാലിദൈക്ക്, എനിക്ക് നന്ദി ചെയ്യണമെന്ന് റബ്ബ് പറഞ്ഞ ഉടനെ നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ. അതല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വന്തം ബാപ്പമാരോടുള്ള കടപ്പാട്, ഉമ്മമാരോടുള്ള കടപ്പാട്, അത് നിർബന്ധമായ വിഷയമാണ്. കുടുംബബന്ധം ചേർക്കൽ വളരെ നിർബന്ധമാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. മകൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോ പണത്തിന്റെ പിന്നാലെ പോയിട്ട് കള്ളു കുടിക്കുന്നവരായാലും തരക്കേടില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായാലും തരക്കേടില്ല,
തരക്കേടില്ല. സുബ്ഹാനല്ലാഹ്, കുട്ടിയുണ്ടായിട്ട് ബാപ്പ അതേ ഉപ്പാപ്പ മുശ്രിക്കാണ്, ഉപ്പാപ്പ മങ്കൂസ് മൗലിദ് ഓതിയതുകൊണ്ട് കാഫിറാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. റസൂലുള്ളാഹി സാധാരണക്കാരനാണെന്ന് വാദിച്ചാലും കുഴപ്പമില്ല. പടച്ചവൻ അവയവങ്ങളുണ്ടെന്ന് വാദിച്ചാലും കുഴപ്പമില്ല. പിന്നെയോ പണമുള്ള കൂട്ടരല്ലേ, അതുകൊണ്ട് എന്റെ മകളെ ഞാൻ അവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നുവെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ അതാ അത്തരം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവൻ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞില്ലേ, ഫഖദ് ഖതഅ റഹിമഹു, അവൻ കുടുംബബന്ധം മുറിച്ചവനാണ്. സ്വന്തം മകളോടുള്ള കുടുംബബന്ധം മുറിച്ചവനാണവൻ, സ്വന്തം മകനോടുള്ള കുടുംബബന്ധം മുറിച്ചവനാണവൻ. അവന്റെ ബന്ധം പണത്തോടാണ്, അവന്റെ ബന്ധം അവന്റെ പണത്തോടാണ്. നേരെ മറിച്ച് കുടുംബബന്ധം ചേർക്കുന്നവനാണെങ്കിൽ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവൻ സുന്നത്ത് ജമാഅത്തുകാരനെ അല്ലാതെ വിവാഹത്തിന് തെരഞ്ഞെടുത്തുകൂടാ, കള്ളുകുടിയനെ തെരഞ്ഞെടുത്തുകൂടാ, നിസ്കരിക്കാത്തവനെ തെരഞ്ഞെടുത്തുകൂടാ. ഞാൻ എന്റെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, കുടുംബബന്ധം ചേർക്കുന്നവനാകണം, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവനാകണം, കുട്ടികളോട് കാരുണ്യം ചെയ്യുന്നവനാകണം, അതേ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവരാകണം, പണ്ഡിതന്മാരെ ആദരിക്കുന്നവനാകണം, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനാകരുത്, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിസാരപ്പെടുത്തുന്നവനാകരുത്, അല്ലാഹുവിന്റെ ദീനിനോട് കൂറുള്ളവനാകണം. ഒരിക്കലും തന്നെ ദീനിനെതിരായ ഒരു പ്രവർത്തനത്തോടും ഒരിക്കലും കൂറുള്ളവനാകരുത്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും തന്നെ മറ്റ് സമുദായങ്ങളെ അപമാനിക്കരുത്. അവരോട് സൗഹാർദ്ദത്തിന് പകരം അവരെ അപമാനിക്കുന്ന